പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നിക്കും കലഞ്ഞൂരിനുമിടയിൽ റോഡ് അപകടങ്ങൾ തുടർ കഥയാവുകയാണ്. ഇക്കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 10 പേരുടെ ജീവൻ ഈ റൂട്ടിൽ പൊലിഞ്ഞു. അപകടത്തിൽപ്പെടുന്നവരിൽ അധികവും ഇരുചക്ര വാഹന യാത്രക്കാരാണ്. വാഹനങ്ങളുടെ അമിത വേഗതയും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്നാണ് ആക്ഷേപം. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മരണവഴി. കേരളത്തിലെ നിരത്തുകളിൽ ഒരു ദിവസം എത്ര അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്? അതിൻ്റെ കണക്കെടുത്താൽ നമ്മുടെ നെഞ്ചുപിടയും. എന്താണ് ഈ അപകടങ്ങൾക്ക് കാരണം? അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാത റോഡ് അങ്ങേയറ്റം സുന്ദരമാണ്. പക്ഷേ ഈ റോട്ടിൽ അപകടങ്ങൾ നടക്കാത്ത ഒരു ദിവസം പോലുമില്ല. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലൂടെ ശരവേഗത്തിലാണ് വാഹനങ്ങളുടെ പോക്ക്. കാൽനട യാത്രക്കാരെയോ എതിർദിശയിൽ വരുന്ന വണ്ടിയെയോ കാണാതെ മിന്നൽ വേഗത്തിൽ പലരും വാഹനങ്ങളുമായി കടന്നുപോകുന്നു. സംസ്ഥാനപാത പൂർത്തിയായതിന് പിന്നാലെ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാത്ത ഒരു ദിനം അപൂർവമായിരിക്കും. ഇക്കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 100 കണക്കിന് അപകടങ്ങളുണ്ടായി. റോഡിൽ പൊലിഞ്ഞത് 10 ജീവനുകൾ. ഇതിൽ ഏറ്റവും അധികം അപകടങ്ങൾ സംഭവിച്ചത് കോന്നി കലഞ്ഞൂർ റൂട്ടിൽ. വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടത്തിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണമായി റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഉന്നയിക്കപ്പെടുന്നു. പല ഭാഗത്തും റോഡിന് ആവശ്യമായ വീതിയില്ല. വളവുകൾ നിവർത്താതെ റോഡ് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഒരാഴ്ചക്കിടെ 3 പേർ മരിച്ചത് കോന്നി കലഞ്ഞൂർ റൂട്ടിൽ. ഞായറാഴ്ച പുലർച്ചെ തമിഴ്നാട് ശിവകാശി സ്വദേശികളായ അച്ഛനും മകളും മരിച്ചതാണ് ഒടുവിലത്തെ സംഭവം. 4 പേരടങ്ങുന്ന കുടുംബം സഞ്ചരിച്ച കാറിലേക്ക് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു കയറിയായിരുന്നു അപകടം. രാത്രിയിലും പുലർച്ചെയുമാണ് അപകടങ്ങൾ കൂടുതൽ. അതിലേറെയും നടക്കുന്നത് വളവുകളിൽ. അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും നിയന്ത്രണം വിട്ട് മറിയുകയോ ചെയ്താൽ അപകടത്തിന്റെ വ്യാപ്തി ഇരട്ടിയാകും. സംസ്ഥാന പാതയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്കും ഉള്ളിൽ വലിയ ഭയമുണ്ട്. ഈ റോഡിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ റോഡ് ഉന്നത നിലവാരത്തിൽ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി ഇതിൻ്റെ അലൈൻമെൻറ്റുകൾ ശരിയായ രീതിയിൽ നടത്തിയിട്ടില്ല. റോഡിൻ്റെ വീതിയുടെ കാര്യത്തിൽ ഗവൺമെൻറ് അക്വയർ ചെയ്ത് എടുത്തിട്ടുള്ള KSTP എടുത്തിട്ടുള്ള സ്ഥലങ്ങൾ കൃത്യമായി ഉപയോഗിക്കുവാൻ ഇതിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ച KSTP പോലെയുള്ള ഗവൺമെൻറ് ഏജൻസിക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ രാത്രി കാലങ്ങളിൽ രാത്രി 2 മണി 3 മണി 4 മണി എന്നില്ലാതെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും താമസിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങൾ ഭീതിയോടുകൂടി അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ആളുകൾ അവരെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ എന്ന കോന്നിയിലോ കൂടൽ പോലീസ് സ്റ്റേഷനിലോ വിളിക്കുമ്പോൾ അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് പോലീസിനെ ആശ്രയിക്കാൻ വേണ്ടി അവരെ ആശ്രയിക്കുന്ന ആളുകൾ ജനപ്രതിനിധികളാണ്. അതുകൊണ്ട് രാത്രികാലം ഞങ്ങൾക്കിപ്പം ഉറക്കമെന്ന് പറയുന്നില്ല. മഴ പെയ്താൽ റോഡിൽ നിന്ന് വാഹനങ്ങൾ തെന്നിമാറിയും അപകടങ്ങൾ ഉണ്ടാകുന്നു. കലഞ്ഞൂർ ഹൈസ്കൂൾ ജംഗ്ഷൻ, നെടുമൺകാവ്, കൂടൽ, മുറിഞ്ഞുകൽ, വകയാർ, കുളത്തുങ്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അപകടങ്ങളും മരണങ്ങളും കൂടുതലായി ഉണ്ടാകുന്നത്. ഈ സ്ഥലങ്ങളിൽ KSRTC ബസ്സുകളും പലതവണ അപകടത്തിൽപ്പെട്ടു. ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത് മുറിഞ്ഞുകൽ ജംഗ്ഷനിൽ. ദീർഘദൂരം സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർ ഉറങ്ങിപ്പോയും ഈ ഭാഗങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ സ്പീഡ് നിയന്ത്രിക്കാനുള്ള ക്യാമറ പത്തനംതിട്ടയ്ക്കും പത്തനാപുരത്തിനും ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ ഘടിപ്പിച്ച് ആവശ്യമായ ക്രമീകരണം വരുത്തണം. അതോടൊപ്പം തന്നെ ഈ ഇരുചക്ര വാഹന യാത്രക്കാർ മദ്യപിച്ചടക്കം ഈ അനേക ആൾക്കാരെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ബന്ധപ്പെട്ട പോലീസ് അധികാരികളും മോട്ടോർ വകുപ്പ് അധികാരികളും ഈ വിഷയത്തിൽ ഇടപെടണം. ഒന്ന്, റോഡിന് ആവശ്യമായ സിഗ്നലുകൾ, അത് നമ്മുടെ റോഡിന്റെ ആവശ്യമനുസരിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. പ്രധാനമായും കലഞ്ഞൂർ നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട റോഡുകൾക്ക് ആവശ്യമായ സിഗ്നൽ ലൈറ്റുകൾ സമയബന്ധിതമായി ഇല്ല, ബ്രേക്കർ ഇല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി സ്പീഡ് ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഓവർ സ്പീഡായി പോകുമ്പോൾ ആ സ്പീഡ് നിയന്ത്രിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളുടെ ലഭ്യതക്കുറവുണ്ട്. റോഡിന്റെ അശാസ്ത്രീയത പരിഹരിക്കുക, സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുക, മറ്റ് ആവശ്യമായ സുരക്ഷാ മുൻകരുതൽ മാർഗങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇത് നാം ഓരോരുത്തരും സ്വയം ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇരുചക്ര വാഹനവുമായി റോഡിലിരുന്ന ആളുകൾ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കണം.
മറ്റു വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവർ വേഗത കുറച്ച് പോകാനുള്ള ജാഗ്രത കൂടി കാണിക്കണം. റോഡിന് എന്തെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയതയുണ്ട് എങ്കിൽ ബന്ധപ്പെട്ട അധികൃതർ അത് അടിയന്തരമായി പരിഹരിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് റോഡപകടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയൂ. സഞ്ജയ് ഇക്ബാലിനൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.